ഇപ്പോൾ 25,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഹൈനസിൻ്റെ ആകെയുള്ളൊരു ഡ്രോബാക്ക്, ഒരു മേജർ ഡ്രോബാക്ക് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സാധാ മോട്ടോ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വയറ്റേരേൻ്റെ ബാഗിൻ്റെ സിബ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഒരു സൈഡിലത്തെ സിബ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ശുഭ തുടക്കമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഹൈനസിൻ്റെ ടയർ മാറ്റാനായിട്ടുള്ള ഒരു റിസർച്ചിലായിരുന്നു. അപ്പോൾ ആ റിസർച്ചിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ, ഇപ്പോൾ 25,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഹൈനസിൻ്റെ ആകെയുള്ളൊരു ഡ്രോബാക്ക്, ഒരു മേജർ ഡ്രോബാക്ക് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് വെളിപ്പെടുത്താം. എന്താണെന്ന് വെച്ചാൽ, ഹൈനസിൻ്റെ ഫ്രണ്ട് ടയർ 100/19 സെക്ഷനാണ്. 19 ഇഞ്ച് റിമ്മാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലത്തെ ടയർ എന്ന് പറയുന്നത് 130/70 ഇഞ്ചാണ്. അതായത് 18 ഇഞ്ചിൻ്റെ റിമ്മാണ് ബാക്ക് സൈഡ് വരുന്നത് ഹൈനസിന്. അതേസമയം നിങ്ങൾ ഹോണ്ട CB350 RS എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിലത്തെ റിമ്മ് വരുന്നത് 17 ഇഞ്ച് റിംസാണ്. അപ്പോൾ ഈ 17 ഇഞ്ച് റിംസ് എന്ന് വെച്ചാൽ വൈഡ്ലി ഒരുപാട് ബ്രാൻഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടേതായിട്ടുള്ള ടയർ മോഡൽസ് ഉള്ളൊരു സൈസാണ് 17 ഇഞ്ച്. അതേസമയം 18 ഇഞ്ച് റിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ചുരുക്കം മാനുഫാക്ചറേഴ്സ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടയർ സൈസാണ് ഈ 18 ഇഞ്ച് റിംസ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടയർ അവൈലബിലിറ്റി കുറവാണ്. ലിമിറ്റഡ് ബ്രാൻഡ്സ് മാത്രമേ 18 ഇഞ്ചിൽ ചെയ്യുന്നുള്ളൂ. അതും സിയറ്റിൻ്റെ ഒരു മോഡലുണ്ട്. അതായത് നമ്മളുടെ ഇൻ്റർസെപ്റ്ററിലൊക്കെ വരുന്ന സൂം ക്രൂസ് എന്ന് പറഞ്ഞ മോഡൽ, അതിന് 18 ഇഞ്ച് 130/70 ഉണ്ട്. പിന്നെ വരുന്നത് നമ്മളുടെ റേസ് എന്ന് പറഞ്ഞ മോഡലാണ്. റേസിൻ്റെ ഒരു 2-3 മോഡൽസ് ഉണ്ട്. ടൂറാർ ഉണ്ട്, ട്രൈസാർ, ട്രെയിലാർ, അങ്ങനെ എന്തൊക്കെ ഒരു 3 മോഡൽസ് ഉണ്ട്. പിന്നെ ഉള്ളത് വെർഡസ്റ്റൈനോ അങ്ങനത്തെ ഒരു അപ്പോളോൻ്റെ തന്നെ വെർഡസ്റ്റൈൻ. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് അങ്ങോട്ട് ഇപ്പോഴും കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ ഉണ്ട്. സെഞ്ചുറോ എന്ന് പറഞ്ഞ മോഡലാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഉള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് TVSൻ്റെ യൂറോ ഗ്രിപ്പിൽ സ്ക്രാംബ്ലർ ടൈപ്പ് ഒരു ടയറുണ്ട്. ട്രെയിൽ ഹൗണ്ട് SCR എന്നും പറഞ്ഞു. യൂറോ ഗ്രിപ്പ് ട്രെയിൽ ഹൗണ്ട് SCR അതും ഈ നമ്മളുടെ 130/70 സെക്ഷനിൽ അവൈലബിൾ ആവേണ്ടതാണ്. പക്ഷേ ഞാൻ തിരക്കിയ കടകളിലൊന്നും അങ്ങനത്തെ ഒരു മോഡലിനെ പറ്റി കേട്ടിട്ട് പോലുമില്ല. നമ്മളുടെ ഹോണ്ടയുടെ ആക്റ്റീവ് ആണ് കേട്ടോ ഫ്രണ്ടിൽ പോകുന്നത്. നമ്മളുടെ ബൈക്കിൻ്റെ അതേ സെയിം കളർ തന്നെ. ഈ കളർ ആക്റ്റീവൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് കേട്ടോ അറിയണം. സെയിം പിച്ചാണല്ലോ.
അപ്പോൾ അത് നിൽക്കട്ടെ, മേ ബി അത് ഒരു ആനിവേഴ്സറി എഡിഷൻ വല്ലതും ആയിരിക്കും. അപ്പോൾ നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? അതെ, ട്രെയിൽ ഹൗണ്ട് SCR എന്ന് പറഞ്ഞ മോഡൽ യൂറോ ഗ്രിപ്പിൻ്റെ. അത് ഈ ഇവിടെ യൂറോ ഗ്രിപ്പിൻ്റെ ടയേഴ്സൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ ഞാൻ ചോദിച്ചു, ഒരിടത്തും അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ടയർ മാറ്റാൻ നിൽക്കുകയാണെങ്കിൽ അതിൽ നമുക്കാകെ റേസിൻ്റെ ടയർ ഓപ്ഷൻസ് മാത്രം അവൈലബിൾ ഉള്ളൂ. ഭാഗ്യത്തിന് അതിൻ്റെ അകത്തൊരു 3 വേരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ റേസിൻ്റെ ഞാനിപ്പോൾ എന്തായാലും ടയർ കിട്ടാനില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഇന്നെന്തായാലും ഒന്ന് ഷോപ്പിൽ പോയിട്ട് ടൂറാർ സെറ്റ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലാണിപ്പോൾ നിൽക്കുന്നത്. ഇനി അഥവാ നമുക്ക് മനസ്സ് മാറിയില്ല, ടയർ മാറ്റാമെന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഞാനത് അറ്റാച്ച് ചെയ്യാം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇൻ കേസ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ടിട്ട് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. മാക്സിസിൻ്റെ ടയേഴ്സൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, ബട്ട് എന്ത് ചെയ്യാനാണ്, അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് 18 ഇഞ്ച് റിംസിൽ ടയേഴ്സ് അവൈലബിൾ അല്ല. അവർ മാനുഫാക്ചറേ ചെയ്യുന്നില്ല. MRFൻ്റെ ടയർ ലൈഫ് നോക്കുവാണെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ ത്രെഡ് ഒരുപാട് ബാക്കി കാണിക്കുന്നുണ്ട്, ബട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ക്രാക്സ് രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ ഹോൾസ് പോലെയൊക്കെ ടയറിൻ്റെ അവിടെ. പിന്നെ ഈ സെൻറ്ററിലെ ത്രെഡ്സ് മൊത്തം വാനിഷായി പോയി. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റണതെന്ന് വെച്ചാൽ, കോർണറിങ് എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വണ്ടി പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അല്ലാതെ നോക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്ട്രെയിറ്റ് ലൈനിലൊക്കെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹൈനസിന് സാധാരണ പറഞ്ഞു വരുന്ന ഒരു ഹാൻഡിൽ വോബ്ലിംഗ് ഇഷ്യൂ എനിക്കിതുവരെ ഫേസ് ചെയ്തിട്ടില്ല. മേ ബി അത് 2 കൈയും വിട്ട് ഓടിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നമായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു റൈഡിങ് സ്കിൽസും കോൺഫിഡൻസൊക്കെ വെച്ച് ഒരിക്കലും 2 കൈ ഒരുമിച്ച് അങ്ങോട്ട് പ്രൊലോങ്ഡായിട്ട് എടുക്കാറില്ല. സോ ഒരു 80 അബവൊക്കെ 2 കൈയും വിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതിസാഹസികമായിട്ടുള്ളൊരു കലാപരിപാടിയാണ്. അതിലോട്ടൊന്നും ഞാനെന്തായാലും മുതിരാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എനിക്ക് മേ ബി വോബ്ലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരില്ലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കൈയൊക്കെ അത്യാവശ്യം ഇപ്പോൾ വൈസറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാമറ ഒന്ന് ഷൂട്ട് ചെയ്യാനോ ഒക്കെ നമ്മൾ ഒരു കൈയൊക്കെ വിട്ട് വണ്ടി ഓടിക്കാറുണ്ട്. അത് മോസ്റ്റ്ലി ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. റൈറ്റ് ഹാൻഡ് വിടേണ്ട ആവശ്യം അങ്ങനെ അധികം വരാറില്ല. സോ എപ്പോഴും ത്രോട്ടിൽ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കുമല്ലോ. സോ വോബ്ലിങ് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് വീഡിയോയിലെ അടുത്ത ചാപ്റ്റർ മേ ബി ടയർ ചേഞ്ചിലോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അത്യാവശ്യം പൈസ മുടക്കുള്ള പരിപാടി ആയതുകൊണ്ട് ഇങ്ങനെ മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രിപ്പ് ഒന്ന് റീസെറ്റ് ചെയ്ത് കുറച്ച് ഒരു 200 കിലോമീറ്റേഴ്സ് അബവ് ഓടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. ഇപ്പോൾ 527 കിലോമീറ്റേഴ്സ് ആയി ട്രിപ്പ് എ. അപ്പോൾ ട്രിപ്പ് എയിൽ നമുക്ക് ഇങ്ങനെ വളവിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ് കേട്ടോ. നമ്മളൊന്ന് കണ്ണ് തെറ്റിയാൽ നേരെ അവരെ ഒന്ന് പിടിച്ചിടുന്ന അവസ്ഥയാണ്. ആ 527 കിലോമീറ്റേഴ്സ് ഓടിയപ്പോൾ നമുക്ക് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. .8 ട്രിപ്പ് എ ആവറേജ് കാണിക്കുന്നത് കേട്ടോ. അത് അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ 527 കിലോമീറ്റേഴ്സ് ഓടിയ അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 200 കിലോമീറ്റേഴ്സ് പ്ലസ് നമ്മൾ ഹൈവേയിൽ സ്ട്രെച്ചിൽ തന്നെയാണ് ഓടിയത്. അതും എബവ് 80, ഒരു 90, 100 ആ ഒരു സ്പീഡിലായിരുന്നു നൈറ്റ് ടൈം പോയത്.
അപ്പോൾ 37.8 ഈസ് പ്രിറ്റി ഗുഡ്. പിന്നെ ഇവരുടെ ഹോണ്ടയുടെ ഈ ഒരു മൈലേജ് ചെക്കിങ് സംഭവം ഏകദേശം ആക്യുറേറ്റ് ആണ് കേട്ടോ. അത് ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടൈമായിട്ട് ചെക്ക് ചെയ്യുന്നതല്ല. എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോ വലിച്ചു നീട്ടാതെ നമുക്കൊരു ഷോർട്ട് വീഡിയോ ആക്കി ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ടയർ മാറ്റിയിരിക്കുകയാണ്. റേസിൻ്റെ ടൂർ ആർ എന്ന് പറഞ്ഞ മോഡലാണ് ബാക്ക് സൈഡ് ഇട്ടിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് നമ്മളപ്പോൾ 190/19 തന്നെ. ആക്സിസിൻ്റെ മാക്സ്പ്ലോർ അത് തന്നെ മാക്സ്പ്ലോർ. ഇതിൻ്റെ ത്രെഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ബാക്ക് സൈഡ് നമുക്കില്ല. പക്ഷേ അങ്ങനെ നമ്മൾ 27,000 കിലോമീറ്ററിൽ ഫ്രണ്ടും ബാക്കും ടയർ മാറ്റിയിരിക്കുകയാണ്. ബാക്കിൽ റേസിൻ്റെ ടൂറാറും ഫ്രണ്ടിൽ മാക്സിസിൻ്റെ മാക്സ്പ്ലോർ എന്ന് പറഞ്ഞ മോഡലുമാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ മൂലി ഇതൊക്കെ ഓടി വരുമ്പോഴത്തേക്ക് മാഞ്ഞു പോവും. ഫ്രണ്ടിലത്തെ ടയർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ബാക്കിലത്തെ ടയറും ടൂറാറും കുഴപ്പമില്ല കാണാൻ. അത്യാവശ്യം ത്രെഡുള്ള മോഡലാണ് കേട്ടോ രണ്ടും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ടയർ മാറ്റിയപ്പോൾ നൈട്രോജൻ ആണ് കേട്ടോ രണ്ട് ടയറിലും അടിച്ചിരിക്കുന്നത്. നൈട്രോജൻ ഞാൻ ആദ്യമായിട്ടാണ് 2 വീലർ മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ആൾക്കാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നൈട്രോജൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ബൗൺസി എഫക്റ്റ് ആയിരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ അതിപ്പോൾ ഇനി അത് ഒരു പ്ലസീബോ എഫക്റ്റ് ആണോ എന്നറിയില്ല. എന്തായാലും നൈട്രോജൻ ഇട്ടിട്ടിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടി കുഷനിങ് ആയിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കയറിയ പോലത്തെ മറ്റേ വൈറ്റ് പെയിൻ്റ് അടിച്ച ഒരു പാച്ച് വരില്ലേ, മറ്റേ ഉറക്കം എന്തോ ഗവൺമെൻറ് ജസ്റ്റിഫൈ ചെയ്യുന്നത് ഉറക്കം തൂങ്ങി ആൾക്കാർ ഓടിക്കുമ്പോൾ അതിന്മേൽ കയറുമ്പോൾ ഇങ്ങനെ ബൗൺസ് ആവുന്നത് ഈ ഒരു സാധനം. അങ്ങനത്തെ അധികം, അതായത് ഇപ്പോൾ നമ്മൾ ടയർ മാറ്റുന്നതിന് മുമ്പ് ഞാൻ സെയിം പച്ച തുണി കെട്ടിയിട്ടേച്ചത് പൊട്ടി അവൻ്റെ കിടന്ന് വെച്ചിട്ട് അവരുടെ തലയുമായിട്ട് മുട്ടിയെന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു വൈറ്റ് ലൈൻസിൽ വണ്ടി കയറുമ്പോൾ നേരത്തേക്ക് എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. അതായത് കുറച്ച് വണ്ടി ഒന്ന് ജെർക്കാവുമല്ലോ. ഇപ്പോൾ ഇനി ടയർ പുതിയത് ഇട്ടതിൻ്റെ ആണോ അല്ലെങ്കിൽ നൈട്രോജൻ്റെ ആണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നൈട്രോജൻ അടിച്ചിട്ട് കുഴപ്പമില്ല, സംഭവം കൊള്ളാം. MRFൻ്റെ ടയറിൻ്റെ ലൈഫൊക്കെ അത്യാവശ്യമുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ ക്രാക്സും വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം അനുഭവിച്ചായിരുന്നു MRFൻ്റെ ടയർ എൻ്റെ വണ്ടിയിൽ കിടന്നിട്ട്. സോ കുറ്റം പറയാൻ പറ്റില്ല. MRFൻ്റെ ടയർ നൈസാണ്. മേ ബി ഇതിപ്പോൾ നമ്മൾ ട്രൈ ചെയ്തേക്കുന്ന ടയേഴ്സിൻ്റെ ഫീഡ്ബാക്ക് മോശമാണെങ്കിൽ മേ ബി നെക്സ്റ്റ് ടൈം ഞാൻ MRF കൺസിഡർ ചെയ്യും. പിന്നെ ഇതിൻ്റെ ലൈഫ് എന്തോരം കിട്ടുമെന്നുള്ളത് നോക്കണം. MRFൻ്റെ ടയേഴ്സ് എനിക്ക് സ്ലിപ്പായി പോകുന്ന പോലെ തോന്നി തുടങ്ങിയത് ഒരു 25,000 എബവ് കിലോമീറ്റേഴ്സിലാണ്. അപ്പോൾ ആ ഒരു 25,000 കിലോമീറ്റേഴ്സാണ് ഞാനവർക്ക് മാർക്കായിട്ട് വെച്ചിരിക്കുന്നത്. ഇട്ടേക്കുന്ന ടയേഴ്സ് എത്രയും ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതും നോക്കണം. എല്ലായിടത്തും വെയിലാണ്. വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ ആൾക്കാർ വണ്ടി വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കെന്തായാലും ഈ വ്ളോഗ്
ഇവിടെ വെച്ച് നിർത്താം. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ടയർ ഒരുമിച്ച് മാറ്റിയപ്പോൾ വന്ന റേറ്റ് എന്ന് വെച്ചാൽ 6200 ആണ്. ബില്ല് അവർ വാട്സാപ്പ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സാക്റ്റ് ടയറിൻ്റെ റേറ്റ് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2500 പ്ലസ് 3300 അവർ പറഞ്ഞത്. സോ 5800 പ്ലസ് 400 ഫ്രണ്ടും ബാക്കും സർവീസ് ചാർജ് ആയിരിക്കും. 6200 എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഇനി നൈട്രോജൻ ഫില്ല് ചെയ്ത് അതിൻ്റെ വല്ല റേറ്റ് എക്സ്ട്രാ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു എക്സ്ട്രോവേർട്ട് ഫീലിംഗ് എനിക്കില്ലാഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ റേറ്റ് നമ്മളങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. ബില്ലിൽ എന്തായാലും ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചാണെന്ന് ചോദിക്കാഞ്ഞത്. ബില്ലപ്പോൾ വാട്സാപ്പ് ചെയ്യുമെന്നും പറഞ്ഞു. സോ റോഡ് മോങ്സിലാണ് കേട്ടോ നമ്മളിത് ടയർ ചേഞ്ച് ചെയ്ത് വൈറ്റ്ല സൈഡ്. അപ്പോൾ അവിടെ കയറിക്കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഓരോ ഡിസ്ട്രാക്ഷൻസ് വരും. ഹെൽമെറ്റ് ഉണ്ടാവും അവിടെ, ഫോഗ് ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ വണ്ടി റിലേറ്റഡ് ഒരുപാട് സാധനങ്ങൾ, ചെയിൻ ലൂബ്, ചെയിൻ ക്ലീനർ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചാഞ്ചാട്ടം ഉണ്ടാവും. ബട്ട് കയ്യിൽ പൈസ അധികം ഇല്ലാത്തതുകൊണ്ട് ആ ചാഞ്ചാട്ടം നമ്മൾ റെസിസ്റ്റ് ചെയ്ത് ടയർ മാത്രം മാറ്റി തിരിച്ച് പോന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ ക്രോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ പണി താഴെ നോക്കുമ്പോൾ ഏകദേശം ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മേളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഞാനതാ ഓർത്ത് റോട്ടിൽ മടൽ ഇട്ട് വെച്ചേക്കുന്നത് എന്തിനാണ്? പുള്ളിക്ക് ആ വഞ്ചി ആ സൈഡിൽ നിന്ന് പുഷ് ചെയ്ത് കയറ്റാൻ വേണ്ടി വെച്ചാണ് കേട്ടോ, ലെവറേജ് കിട്ടാൻ വേണ്ടി. അതൊരു പുതിയ അറിവായിട്ടാണ് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്ത് കാണിച്ചു തരികയാണ്.